ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സെൻറ്റൻസ് ടു ബി എ ഹീറോ എന്ന പുതിയ കിട്ടില്ല ആനിമേ സീരീസിൻ്റെ എപ്പിസോഡ് 1 പാർട്ട് 2 ആണ്. സോ എപ്പിസോഡിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ സൈലോ അവിടേക്ക് പോവും. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് അതിറ്റുകളയുടെ നേരെ ഓരോന്നോരോന്നായി എറിയും. അതുകൊണ്ട് മോൺസ്റ്റേഴ്സ് പൊട്ടിത്തെറിക്കും. അവിടെയുള്ള ഒരുപാട് മോൺസ്റ്റേഴ്സിനെ സൈലോ കൊല്ലും. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചെറിയ ചെറിയ മോൺസ്റ്റേഴ്സ് സോൾജേഴ്സിനെ അറ്റാക്ക് ചെയ്യും. അവരുടെ ക്യാപ്റ്റൻ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും. സൈലോ ഇത് സിമ്പിളാണ്, എല്ലാവരും ചാവ് ചാവ് എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും കൊല്ലും. അവരുടെ ക്യാപ്റ്റൻ അവിടേക്ക് വന്ന്, നീ ആരാണ്? ഞാൻ നിങ്ങൾ ക്യാപ്റ്റൻ കിവിയാണെന്ന് ഗസ് ചെയ്യുന്നു. അവിടെ കിട്ടിട്ട മൈ നൈറ്റ്, ഞാനില്ലാതെ എന്താണ് ഒറ്റയ്ക്ക് പോയതെന്ന് പറഞ്ഞ് ഓടി വരും. ക്യാപ്റ്റൻ കിവിയെ, ഗോഡസ് നിങ്ങളെന്താണ് അവനോട് ചെയ്തത്? നീയാണോ ട്രാൻസ്പോർട്ടിനെ അറ്റാക്ക് ചെയ്തത്? അല്ല, അത് പ്രശ്നമില്ല, അത് എൻ്റെ തെറ്റല്ല. നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഗോഡസിനെ ഓർക്കുന്നു. നീ നിൻ്റെ നൈറ്റിനെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടുപിടിക്കുക. കിവിയുടെ ടെൻഷനായി, നീ ആരാണ്? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇഷ്ടമില്ല. ഈ സമയം കുറച്ചുകൂടി ടഫായിരിക്കും. ഡീമൺ ലോഡ് കാട്ടിൽ ആ വൈറസ് പോലെയുള്ള ഏതോ സാധനം സ്പ്രെഡാവും. തവള പോലെയുള്ള സാധനം മോൺസ്റ്ററാവും. അതിലൂടെ പറന്നുപോയ പക്ഷിയൊക്കെ മോൺസ്റ്ററായി മാറും. സൈലോ, അവൻ ഇവിടെയുണ്ട്. 47ാമത് ഡീമൺ ലോഡ് ഗോഗി, അതൊരു റുമ്പ് പോലെയുള്ള സാധനമായിരിക്കും. പിന്നീട് കാട്ടിൽ നിന്ന് ഒരുപാട് മോൺസ്റ്റേഴ്സ് അവരെ അറ്റാക്ക് ചെയ്യാൻ വരും. അവരൊരു സാധനത്തിനെതിരെ ഫയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഗിവേ, ഇപ്പോൾ ഫയർ ചെയ്യല്ലേ. അപ്പോഴത്തേക്കും അവർ ചെയ്യും. പക്ഷേ അവർ ചെയ്ത അറ്റാക്കൊക്കെ തിരിച്ച് റിഫ്ലക്റ്റായി അവർക്ക് നേരെ തന്നെ വരും. അത് വന്ന് ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. അവൻ ട്രിക്കിയാണ്. നിനക്ക് ബാറ്ററിങ് റാംസോ സ്ലിങ്സോ വേണോ? അവരോടാണ് ഫസ്റ്റ് ക്യാപിറ്റൽ ചെയ്യുന്നത്. ഞങ്ങൾ സോഴ്സിൽ എടുത്ത് സെയിൽസ് ട്രൈ ചെയ്യാം. സൈലോ, അത് ചെയ്യരുത്. മോസ്റ്റേഴ്സ് അവർക്ക് നേരെ തന്നെ വരുന്നുണ്ടാവും. സൈലോ, നമ്മൾക്കിപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഡിഫൻസ് ഇല്ല. എത്രയും പെട്ടെന്ന് ഈസ്റ്റിലേക്ക് പോകാം. എനിക്കെൻ്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ഞാനിവിടെ തന്നെ നിൽക്കും. എടി പൊട്ടി, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അവൾ പെട്ടെന്ന് ഞെട്ടി, നീ ഒരു ഹീറോ ആണോ? അതെ, അതിനിപ്പോൾ എന്താ, ഞാനിവിടെ തന്നെ ഉണ്ട്. അവൾ അത് കേട്ട് അവനോട് ദേഷ്യപ്പെടും. സൈലോ, എനിക്ക് നിന്നെ നേരെ കൊണ്ടുപോകാൻ പറ്റില്ല. നീ ഒന്ന് മറന്നുപോയി. നീ താഴേക്ക് തന്നെയാണ് പോകുന്നത്. എനിക്കൊരു ഹീറോന് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. നീ ഒരു 5th ക്രിമിനലാണ്. ഗോഡസ് എന്താണ് അവനോട് ചെയ്തത്? അവൻ സൈലോ നൈറ്റാണ്. ഞാൻ ഓർഡർ ചെയ്യുന്നു, ഗോഡസിനെ ഗാലിറ്റ്യൂയിലേക്ക് അയക്കി. ആ മിഷൻ പൂർത്തീകരിക്കാൻ നമ്മളെല്ലാവരും ഇവിടെ മരിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴായിരിക്കും അവളൊരു കാര്യം ശ്രദ്ധിക്കുക. അവൾ പറഞ്ഞത് സൈലോ എന്നാണ്. അപ്പോഴായിരിക്കും എന്തോ ഒരു സാധനം അവർക്ക് നേരെ വീഴുക. നോക്കുമ്പോൾ സൈലോ എന്തോ കണ്ട് ഷോക്കാവും. അതിനൊരു വഴിയുമില്ല. കാട്ടിൽ അവരുടെ കിക്ക് എന്ന് തോന്നിക്കുന്ന ഒരു മോൺസ്റ്റർ നിൽക്കുന്നുണ്ടാവും. അത് അവർക്ക് നേരെ അറ്റാക്ക് ചെയ്യും. അത് അയച്ചതിൽ നിന്ന് വേറെയും ചില കുട്ടി മോൺസ്റ്റേഴ്സ് വന്ന് ഓരോരുത്തരെയും ആക്രമിക്കും. സൈലോ, ഇതൊരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ പിന്നാലെ തന്നെ ഒരുപാട് വലിയ മോൺസ്റ്റേഴ്സും ഉണ്ടാവും. അത് വന്ന് അവരെ ആക്രമിക്കും. ക്യാപ്റ്റൻ കിവിയെ ടെൻഷനായി, അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്ത്. ഞങ്ങൾക്കിത് അധിക നേരം തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. സൈലോ അവൻ്റെ കയ്യിലുള്ള വെപ്പൺ എടുത്ത് ക്യാപ്റ്റൻ കിവിയെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഗൊറില്ല മോൺസ്റ്റർ മാസായി വന്ന് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും. കിവിയെ ടെൻഷനായി, നീ വീണ്ടും. അപ്പോഴായിരിക്കും ആ കുട്ടി മോൺസ്റ്റേഴ്സ് വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്ന മെഷീൻ നശിപ്പിക്കുക. അപ്പോഴവിടെ ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. പിന്നീട് കുറച്ചു നേരം സൈലൻസ് ആയിരിക്കും. സൈലോ പതിയെ കണ്ണു തുറക്കും. നോക്കുമ്പോൾ മുമ്പ് തന്നെ ടെറിട്ടയും കിടക്കുന്നുണ്ടാവും. മാസ്റ്റർ, നീ എന്തായാലും എൻ്റെ പവർ ഉപയോഗിക്കണം. നീ അത് ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ളവർ എല്ലാവരും ദയനീയമായി മരിച്ചു പോകും. സൈലോ അവൻ്റെ ചോരയൊലിപ്പിക്കുന്ന മുഖവുമായി എഴുന്നേൽക്കും. എനിക്ക് വീണ്ടും ഒരു ഗോഡസിനെ ആശ്രയിക്കാൻ പറ്റില്ല. സൈലോ അലറി, കിവിയ, ഗോഡസിനെ യൂസ് ചെയ്. നീ അവളുമായി ഒരു ഡീൽ ഉണ്ടാക്ക്. കിവിയ, നീ എവിടെയാണ്? പക്ഷേ അവളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ആരുടെയോ ഹാമർ അവൻ്റെ അടുത്ത് വന്ന് വീഴുക. അപ്പോൾ അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ മെമ്മറീസ് മിന്നിമായും. ആരൊക്കെയോ അലർച്ച, ആരൊക്കെയോ കൊല്ലുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് സൈലോ എന്ന് വിളിക്കും. നീയാണ് എൻ്റെ നൈറ്റ്. നീ അത് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ആളുകൾ മരിക്കും. അത് നിനക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. മിണ്ടാതിരി ടെട്ട. നീ എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നിന്നെ വിജയത്തിലേക്ക് നയിക്കും. സൈലോ, എന്നാൽ അത് ചെയ്, അല്ലാതെ മറ്റൊരു വഴിയില്ല. അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്കതറിയാം എന്ന് പറഞ്ഞ് അവൻ്റെ കൈ മുറിച്ച് എന്നെ സഹായിക്കുക. ഞാൻ നിനക്ക് ഗോഡസിൻ്റെ പവർ തരാമെന്ന് പറഞ്ഞ് ആ മുറിവിൽ ഉമ്മ വയ്ക്കുമ്പോൾ സൈലോ മറ്റെവിടെയോ എത്തും. ഞാൻ എൻ്റെ ജീവിതം വീണ്ടും വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് അവൻ കണ്ണു തുറക്കും. കണക്ഷൻ കംപ്ലീറ്റായി. ഇപ്പോൾ അവരെ ചുറ്റും മോൺസ്റ്റർ വളഞ്ഞിട്ടുണ്ടാവും. ടെറിട്ട, എന്നാൽ നമുക്ക് തുടങ്ങിയാലോ എന്ന് പറഞ്ഞ് സോഴ്സ് ദേവത ടെറിട്ട എന്ന് പറയുമ്പോൾ ആകാശത്ത് നിന്ന് ഒരുപാട് സോഴ്സ് വന്ന് അവിടെയുള്ള എല്ലാ മോൺസ്റ്റേഴ്സിൻ്റെ നേരെയും വീഴും. ഒറ്റ നിമിഷം കൊണ്ട് അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന മോൺസ്റ്റേഴ്സൊക്കെ അറ്റാക്ക് കൊണ്ട് മരിച്ചു വീഴും. ടെറിട്ട മാസായി, നീ എന്താ പറഞ്ഞത്? സൈലോ ക്ഷമിക്കണം. ആദ്യം ഇതാണ് വലുത്. ഇവിടെയുള്ള ഒരു മോൺസ്റ്ററിനെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഒരു സോഡ് എടുത്ത് അതിനെ നേരെ എറിയും.
ഇനിയും സോഡ് താ. ടേർട്ട് അത് നന്നായി എന്ന് പറഞ്ഞ് അവർക്ക് നേരെ സോഴ്സ് കൊടുക്കും. അവൻ ഓരോന്നിനെ കൊല്ലുമ്പോഴും ഇനിയും താ എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കിവിയ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കും. നീ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടോ? ഇതിറ്റുകളെയെല്ലാം കൊല്ല്. കിവിയ, ഞാൻ നിൻ്റെ ഓർഡേഴ്സ് ഒരിക്കലും സ്വീകരിക്കില്ല. നിനക്ക് ഇവിടെ സർവൈവ് ചെയ്യണോ? എനിക്ക് ഒരിക്കലും ആളുകൾ മരിക്കുന്നത് കാണാൻ സാധിക്കില്ല. ഞാനിവിടെ മരിക്കുന്നതും ഞാൻ ഡീമൺ ലോഡിനെ എന്തായാലും കൊല്ലും. ഞാൻ തിരിച്ചു വരുമ്പോൾ പണിഷ്മെൻറ്റും എന്ന് വേണമെങ്കിലും തന്നോ, ഞാനത് സ്വീകരിക്കാം. സൈലോ എന്നിട്ട് ടെറിട്ടയും എടുത്ത് നമ്മൾക്ക് തീർത്താലോ എന്ന് പറഞ്ഞ് അതിൻ്റെ നേരെ ചാടും. ടെറിട്ടമാശ്രി തന്നെ ഡനാണ്, ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ ഒരു മോൺസ്റ്ററിനെ കൊല്ലും. എന്തിനാണ് നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഗോഡസ് ലിമിറ്റ്സ് ഉണ്ട്. നീ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രശംസയൊന്നും കിട്ടില്ല. ഒരു ഗോഡസ് പോകുമ്പോൾ അവരുടെ നൈറ്റുമായി ഒരു പ്ലാനിങ് വേണമെന്ന് പറഞ്ഞ് അവർക്ക് നേരെ വരുന്ന മോൺസ്റ്റേഴ്സിനെ കൊല്ലും. ഇതൊക്കെ ടീമിനോട് കാണുന്നുണ്ടാവും. ടെറിട്ട എന്നെ കൂടി ഫൈറ്റ് ചെയ്യാൻ സമ്മതിപ്പിക്കണം. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് നേരെ വന്നുകൊണ്ടിരുന്ന ഓരോ മോൺസ്റ്റേഴ്സിനെയായി കൊന്നുകൊണ്ട് ഡീമൺ ലോഡിന് നേരെ ചാടും. അത് അവരെ അതിൻ്റെ കാല് വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കും. സൈലോ അതിലൂടെ കയറി ആ കാല് തന്നെ വെട്ടി താഴെയിടും. സൈലോ അത് കണ്ട് ചിരിക്കും. ടെറിട്ട അത് നമ്മളെ വളഞ്ഞിരിക്കുകയാണ്. നിനക്കിപ്പോൾ എൻ്റെ സഹായം അത്യാവശ്യമാണ്. ശരി, എന്നാൽ അത് ഒരു വഴി ക്രിയേറ്റ് ചെയ്യും. ടെറിട്ട അത് കേട്ട് നീ എന്ന അത്ഭുതപ്പെടാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ആകാശത്ത് നിന്ന് സോഴ്സ് കൊണ്ടുവന്ന് അവർക്ക് നേരെ ഇടും. സൈലോ ടെറിട്ടയും കൊണ്ട് ഡീമണിലോട് നേരെ ചാടും. നൈറ്റ്, നീ പേടിക്കണം. അതിൻ്റെ മൈൻഡ് എന്താണെന്ന് എനിക്കറിയാം. സൈലോ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? അതെ. അവളിൽ നിന്നിട്ട് ഒരു വലിയ വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. സൈലോ, ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് അതിന് നേരെ എറിയും. അതുകൊണ്ട് ഒരു വലിയ പൊട്ടിത്തെറി തന്നെ അവിടെ ഉണ്ടാവും. സൈലോ ടെറിട്ടയും കൊണ്ട് അവിടെ നിന്ന് ചാടി മാറിയിട്ടുണ്ടാവും. സൈലോ, എല്ലാം ഓക്കെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ടീമണിലോട് മോൺസ്റ്ററിൻ്റെ ടെൻഡിക്കൽ പോലെയുള്ള കുറേ സാധനം വന്ന് ടെറിട്ടയെ നേരെ വീഴും. അവിടുന്ന് സ്ക്രീൻ ബ്ലാക്ക് ആവും. പിന്നീട് ടെറിട്ട സൈലോ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും കാണിക്കുക. നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അല്ലേ? പെട്ടെന്നായിരിക്കും ഡോട്ട അവരുടെ മുമ്പിലേക്ക് വരിക. നീ എന്താണ് ഇവിടെ ചെയ്തത്? സൈലോ അവനെ കണ്ട് ഷോക്കായി നിൽക്കും. സൈലോ അവൻ്റെ കയ്യിലുള്ള എർത്ത് സീൽ കാണും. സൈലോ ചിരിച്ചുകൊണ്ട് അവനെ കോളർക്ക് പിടിച്ച്, നീ പിന്നെയും ഓടിപ്പോയല്ലേ? ഡോട്ട പേടിച്ച്, അങ്ങനെയല്ല, അവൻ നന്നായി, ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല. അവനെന്നിട്ട് ആ എർത്ത് സീലും എടുത്ത് ഞാൻ ആ വലിയ മോൺസ്റ്ററിന് ഒന്നുകൊണ്ട് പണി കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അത് ആ വലിയ മോൺസ്റ്ററിന് നേരെ ചാടി. ഡോട്ടയും ടെറിട്ടയും എടുത്ത് വേഗം വാ എന്ന് പറഞ്ഞു പോവും. ആ സാധനം കൊണ്ട് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും. പിന്നീട് ബാക്കിയുള്ള ചോട്ടാ മോൺസ്റ്റേഴ്സ് അവരെ ഒന്നും ചെയ്യാതെ പോവും. സോൾജേഴ്സ്, എല്ലാം ഇത് കഴിഞ്ഞോ? ഒരു മലയുടെ മുകളിൽ നിന്ന് ടെറിട്ടയും സൈലോ ഇത് നോക്കിക്കാണുന്നുണ്ടാവും. ഡീമൺ ബ്ലൈറ്റ് പോയി. ഡീമൺ ലോണിൻ്റെ വഴി വൃത്തികെട്ടതാണ്. ഡോട്ട അവിടെ അത് ഇടിക്കുന്നുണ്ടാവും. സൈലോ, അവന് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെറിട്ട, നീ ഡീമൺ ലോണിനെ ബ്രില്യൻ്റായി ഡിഫീറ്റ് ചെയ്തു. നീ അത് ഒരു ഗോഡസ് ആയ എന്നെ വെച്ച് അത് ചെയ്തു. നിനക്കിപ്പോൾ ഉറപ്പായും ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സൈലോ, അതെ. അവൾ ഒരു ദീർഘശ്വാസം വിട്ട്, അപ്പോൾ എന്നെ പ്രശംസിക്കേണ്ട സമയമായില്ലേ? നീ സർവൈവ് ചെയ്യാൻ സഹായിച്ചത് നന്നായി. അവൾ, അത്രയേയുള്ളൂ? അതെ, എനിക്കത്രയേ അറിയുള്ളൂ. നിനക്കൊരു ഗോഡസിനെ കുറിച്ച് അറിയുമോ? സൈലോ, അത് നീയല്ലേ? എനിക്കതറിയില്ല. ടെറിട്ട, നിനക്ക് ഇപ്പോൾ എന്താവശ്യത്തിന് വന്നാലും എൻ്റെ പവർ ഉപയോഗിക്കാം. ഒരിക്കലും ഹോൾഡ് ബാക്ക് ചെയ്യരുത്. അവൾ, വാ വാ. സൈലോ എന്നിട്ട് അവളുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തോ മെമ്മറി മിന്നുമായും. കിവി അവസാനം നിന്നെ കണ്ടുപിടിച്ചു. സൈലോ, ഇവൻ ഡോട്ട. നീ വാഹനത്തിൽ നിന്ന് ഗോഡസിനെ മോഷിച്ചു, കൂടാതെ എർത്ത് സീലും. നീ ഒരു ക്രിമിനലാണ് എന്നാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. സൈലോ, എനിക്കതറിയാം. ഹോളി നൈറ്റ്സ് നിന്റെ ഗാലുവേജ് ഫോഴ്സിലേക്ക് ഡെലിവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവളെ നിന്നിട്ട് സൈലോക്ക് നേരെ വാൾ ചൂണ്ടും. നീ വലിയൊരു കള്ളനാണ്. ടെറിട്ട, എനിക്ക് എൻ്റെ നൈറ്റിൻ്റെ വിശ്വാസമാണ്. ഇവനാണ് എല്ലാ ഡീമൺ ലോഡ്സിനെയും കൊന്നത്. എൻ്റെ നൈറ്റ് അവൻ വൃത്തിയായിട്ടുള്ളവൻ ഇവൻ തന്നെയാണ്. കിവിയ ഗോഡസ്, നിനക്ക് ഇവൻ ചെയ്തത് ക്രൈം അറിയില്ല. എന്ത് ക്രൈം? ഇവൻ ഒരു ഗോഡസിനെ കൊന്നു. ഇവനൊരു ഹോളി നൈറ്റ്സ് ആയിരുന്നു. ടെറിട്ട അത് കേട്ട് ഷോക്കായി സൈലോയെ നോക്കും. പിന്നീട് സൈലോ ഒരു വലിയ സ്ഥലത്ത് കയ്യിലും കാലിലും ചങ്ങലയൊക്കെ ഇട്ട് നിർത്തും. ഒരു രാത്രി കഴിഞ്ഞിരിക്കുന്നു. നീ നിന്റെ യൂണിറ്റിനെ 11ാമത്തെ ഡീമൺ ലോഡിൻ്റെ ദിശയിലേക്ക് നയിച്ചു. നീ നിന്റെ കരാർ ചെയ്ത സെനർവേ ഗോഡസുമായി യുദ്ധത്തിൽ പ്രവേശിച്ചു. ഇത് ശരിയാണോ? സൈലോ, അത് ശരിയാണ്. ഞാൻ റീഎൻഫോഴ്സ്മെൻറ്റിന് പ്രതീക്ഷിച്ചിരുന്നു. അത് വന്നില്ല. നീ നിന്നോട് ചോദിച്ച് മാത്രം മറുപടി തന്നാൽ മതി. അനുവാദമില്ലാതെ തൻ്റെ ദേവതയുമായി യുദ്ധത്തിൽ പ്രവേശിച്ചതിനാൽ ഡിഫൻസ് യൂണിറ്റ് അതിൽ തോറ്റു. ഇത് ശരിയാണോ? അല്ല, അത് അവധിയില്ലാതെയായിരുന്നു. എനിക്കൊരു ഒഫീഷ്യൽ ഓർഡർ കിട്ടിയിരുന്നു. അങ്ങനെയൊന്നും നടന്നതിൻ്റെ ഒരു റെക്കോർഡും ഇവിടെയില്ല. അതിൽ പറഞ്ഞ് ഒട്ടാപ് സിറ്റി ഡിഫൻസ് ഫോഴ്സ് യൂണിറ്റ്
1110 അങ്ങനെ ഒരു യൂണിറ്റ് ഇപ്പോഴില്ല. അത് നിന്റെ സെൽഫിഷ് കൊണ്ട് സംഭവിച്ചതാണ്. നീ ഒരുപാട് ഇല്ലീഗലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വാറാണ്. ബാറ്റിൽ ഫീൽഡിൽ ക്യാപ്റ്റൻ തൻ്റെ സ്വന്തം തീരുമാനമാണ് ഫോളോ ചെയ്യുക. ആ അതോറിറ്റി തന്നിരുന്നു, പക്ഷേ അത് അവസാനിച്ചു. നീ ഗോഡസ് സെനർവയെ കൊന്നു. ഇത് ശരിയാണോ? സൈലോ പല്ല് കടിച്ച് അതെ. അവിടെയുള്ള ഓരോരുത്തരും അത് കേട്ട് അവനെ കൊല്ല്, അവൻ ഗോഡസിനെ കൊന്നവനാണ്. സൈലോ രക്ഷിക്കാൻ ഉത്തരവിട്ട സംഘത്തെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നീ ആ ഓർഡർ ഒരിക്കലും ഫോളോ ചെയ്തിട്ടില്ല. സെനർവ അവൾ ഞങ്ങളുടെ ടീമിനെ ഹെൽപ്പ് ചെയ്തു. അവളെ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അവൾ അവരുടെ ലിമിറ്റിലെത്തി. പാസിൽ അവൻ്റെ ഒരു മെമ്മറി കാണിക്കും. അവളെ കൊല്ലുന്നത് പ്രസൻറ്റിൽ അതോർത്ത് അവനെ കൈവിറയ്ക്കും. നിങ്ങൾക്കറിയുമോ ഒരു ഗോഡസിൻ്റെ പവർ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? അവൾ വീക്കും ഡിഫെൻസ്ലെസ്സുമാവും. ഡീമൺ ബ്ലൈറ്റ് അവളെ ടേക്ക് ഓവർ ചെയ്തു. ഇതിനെക്കുറിച്ച് ഒരു റെക്കോർഡുമില്ല. ടെമ്പിൾ അതിനൊരു പോസിബിലിറ്റിയും ഇല്ലെന്ന് പറഞ്ഞു. നീയാണ് ഗോഡസിനെ ക്രൂരമായി കൊന്നത്. നീയാണ് എല്ലാം ചെയ്തത്. സൈലോ അവരോട് ചൂടായി. നിങ്ങൾക്ക് ഇത്രയുമായിട്ട് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലേ? എത്ര ഞാൻ പറഞ്ഞു, ഒരു ഗോഡസിനെ ഡീമൺ ബ്ലൈറ്റ് കൺസ്യൂം ചെയ്തതിനേക്കാൾ വലിയ അപകടം വേറെയില്ല. അതിൻ്റെ ഫലമായി ഡീമൺ ലോഡിന് ഒരു ഗോഡസിൻ്റെ പവർ കിട്ടും. സെനർവയ്ക്ക് അത് അറിയാമായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അവളെ കൊന്നത്. സൈലോ വീണ്ടും ചൂടായി. നിങ്ങൾക്ക് ടെമ്പിൾ ഓഫ് മിലിറ്ററിയെ വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് കുറച്ച് ആളുകൾ വന്ന് സൈലോയെ തറയിൽ കിടത്തും. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പെട്ടെന്ന് സൈലോ, എനിക്ക് എല്ലാം മനസ്സിലായി. ഇതെല്ലാം ഒരു സെറ്റപ്പ് ആയിരുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഗാർഡ് സൈലോ ഇടിക്കുന്നുണ്ടാവും. എന്നെയും എൻ്റെ നൈറ്റിനെയും സജ്ജമാക്കിയവനെ ഞാൻ കണ്ടെത്തും. സെനറോയുടെ വിധിക്ക് ഉത്തരവാദിയായ ആൾ. ഒരേ സമയം സൈലോയുടെ വിധിയും. സൈലോ ഞാൻ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുന്നതോടെ എപ്പിസോഡ് 1 ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.